നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇലിക്കൽ. അങ്ങനെ ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും റെസിപ്രോക്കൽ താരിഫ് ഫിയർ കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. നമ്മുടെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ US ഫ്യൂച്ചർ ഫോളായിരുന്നു, ഏഷ്യൻ മാർക്കറ്റുകൾ ഫോളായിരുന്നു, യൂറോപ്യൻ ഫ്യൂച്ചർ ഫോളായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതീവ വോളറ്റൈലായിട്ട് ഉള്ള നിലയിലാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെട്ടത്. നാളെ നമ്മുടെ മാർക്കറ്റ് അവധിയായിരുന്നു. ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു ദിവസത്തെ താൽക്കാലിക ആശ്വാസത്തിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം വീണ്ടും റെസിപ്രോക്കൽ താരിഫ് ഹൈക്കിൻ്റെ ഫിയറിൽ പെട്ടു. ഏഷ്യൻ മാർക്കറ്റ് അതിരാവിലെ തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിഫ്റ്റിയും നെഗറ്റീവായിരുന്നു. ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവായിട്ടായിരുന്നു അടച്ചിരുന്നത്. നാസ്ഡാക്കിൽ ഒരുമാതിരി ഉള്ള IT കമ്പനീസും സിവിയർ സെൽ ഓഫിന് വിധേയമായി. അതുകൊണ്ട് തന്നെ നിഫ്റ്റി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. നാളെ മാർക്കറ്റ് നമ്മൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയ തോതിൽ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറിയും ആണ് ഉണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഇന്ത്യയുടെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് നടന്നു. 25 ബേസ് പോയിൻ്റ് കട്ടാക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു കൊണ്ട് അത് ആ ഒരു 25 ബേസ് പോയിൻ്റ് കട്ടാക്കിയത് കൊണ്ട് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ RBI ഗവർണർ മിസ്റ്റർ സഞ്ജയ് മൽഹോത്ര അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. RBIയുടെ ടാർഗറ്റിനേക്കാളും താഴെയാണ് ഇപ്പോഴുള്ള നമ്മളുടെ ഇൻഫ്ലേഷൻ ഉള്ളത്. ഫിനാൻഷ്യലി ഇന്ത്യ സ്റ്റേബിളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ 25 ബേസ് പോയിൻ്റ് കട്ട് ഒന്നും തന്നെ ഈ ഒരു താരിഫ് ഫിയറിൽ ഇതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ് ഇൻഫ്ലേഷൻ സാധ്യതകൾ ഇല്ല, അല്ലെങ്കിൽ RBIയുടെ ടാർഗറ്റിനേക്കാളും താഴെ നമ്മളെ CPI ഇൻഫ്ലേഷൻ നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു താരിഫ് എല്ലാം തന്നെ ഈ വ്യാപാര യുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ലോകത്തിലും മൊത്തത്തിൽ എത്തരത്തിൽ ഇൻഫ്ലേഷൻ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ധാരണയില്ല. US റിസഷൻ സാധ്യതകൾ പോലും 60% ഗോൾഡ്മാൻ സാക്ക് ഉയർത്തി. ഇന്ത്യ RBI ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കിയതുപോലെ മറ്റുള്ള ജപ്പാൻ്റെ എല്ലാം തന്നെ മോണിറ്ററി പോളിസി അടുത്ത ആഴ്ചയുണ്ട്. അപ്പോൾ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ചും കൂടിയും എക്കണോമിയിലെ ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഗവൺമെൻറ് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇൻഡസ്ട്രീസിന് പ്രത്യേക പാക്കേജുകൾ വരെ പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ US എന്തായാലും വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് റെസിഡൻസ് സാധ്യതകൾ പറയുന്നത്. ഈ US ചൈനയുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിളിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്ഷൻ ചൈനയിൽ നിന്ന് വലിയ തോതിൽ ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിൽ ഓൾറെഡി തന്നെ ആപ്പിളിന് പ്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെസ്ലയുടെ അതുപോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള വരവ് കുറച്ചും കൂടി സ്പീഡ് കൂടും. കാരണം ഷാങ്ഹായിലാണ് ടെസ്ലയുടെ ഏറ്റവും വലിയ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള എതിർപ്പുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് ടെസ്ലയുടെ കടന്നുവരവ് കുറച്ചും കൂടി വേഗത്തിലാകും. അപ്പോൾ അത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനീസിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള പ്രശ്നം. കഴിഞ്ഞ ദിവസം ആണ് ഒലയുടെ എല്ലാം തന്നെ CEO പറഞ്ഞിരിക്കുന്നത് ഈ ഇന്ത്യയിലേക്ക് വലിയ പുറമേ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഡസ്ട്രീസ്, എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് കടന്നു വരുന്നത് ഇവിടുത്തെ മാർക്കറ്റിന് നല്ലതല്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉള്ളത്. ഇന്ത്യ അത്തരത്തിലുള്ളൊരു നയമാണ് ഇവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രീസിനെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്തരത്തിലുള്ളൊരു നയമാണ് പാലിച്ചു പോകുന്നത്. നമ്മളൊരു കൊളോണിയൽ രാജ്യമായിരുന്നു, ഒരുപാട് വർഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഇൻഡസ്ട്രി അത്ര വലിയ തോതിൽ ലിബറൽ അല്ലായിരുന്നു. നമ്മൾ വിദേശികളെല്ലാം തന്നെ കുറച്ച് ഭയത്തോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടത്. അതിനുശേഷമാണ് ലിബറൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു അജണ്ട പ്രകാരം ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം വന്നിട്ടുള്ളത്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ രാജ്യമാണ്. അമേരിക്ക അത്തരത്തിലുള്ളൊരു താരിഫൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് നയത്തിൽ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ട്രംപിനെ സംബന്ധിച്ച് ഇത് നടത്തിയേ പറ്റുള്ളൂ. അതിൻ്റെ ഗുണം നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കാം ഉണ്ടാകുക എങ്കിൽ കൂടിയും അദ്ദേഹം ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കെതിരെ എല്ലാം തന്നെ ഇപ്പോൾ 100% മുകളിൽ റെസിപ്രോക്കൽ താരിഫുകളെല്ലാം തന്നെ ഏർപ്പെടുത്തിയത്. അപ്പോൾ നമ്മളുടെ ഫാർമ സെക്ടർ ഇനീഷ്യലി ഈ ഒരു താരിഫിൽ നിന്ന് മാറി നിന്നെങ്കിൽ കൂടിയും അതായത്
ഫാർമ സെക്ടറിൽ ഉണ്ടാവില്ല എന്ന് കരുതിയെങ്കിലും കൂടിയും പിന്നീട് ഫാർമ സെക്ടറിൽ വരുമെന്നുള്ള ന്യൂസ് കാരണം ഇന്ന് ഫാർമ സെക്ടർ സീവിയർ ആയിട്ടുള്ള സെൽ ഓഫിൽ വിധേയമായിട്ടുണ്ട്. ഗ്ലാൻഡ് ഫാർമ ഉൾപ്പെടെയുള്ള എല്ലാ ഫാർമ സെക്ടറും ഇന്ന് സീവിയർ സെല്ലിംഗ് പ്രഷറാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മിസ്റ്റർ ജയശങ്കർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഉഭയകക്ഷി ചർച്ചകളോടെ ഇന്ത്യയും യു എസുമായിട്ടുള്ള ഈ ഒരു ട്രേഡ് വീണ്ടും പഴയതുപോലെ ആകും. പല ഘട്ടങ്ങളിലായിട്ട് ചർച്ചകൾ നടക്കും. ഇന്ത്യ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാറായേക്കാം. യു എസ് ഇന്ത്യയും അങ്ങനെ സാധാരണ രീതിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പീയൂഷ് ഗോയൽ, നമ്മുടെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ്, അദ്ദേഹവും നമ്മുടെ ഇന്ത്യയിലുള്ള മെയിൻ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഇനി നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പുതിയ ഈ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ അടുത്ത ആഴ്ചകളിലെല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ MGLനെല്ലാം തന്നെ CNG പ്രൈസ് ഉയർത്തി സ്റ്റോക്ക് 5% ഫോളായി. MNMൻ്റെ ഒരു എയ്റോ സ്ട്രക്ചർ എന്ന് പറയുന്ന MNMൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി, അവർ ഒരു പുതിയൊരു കോൺട്രാക്റ്റ് എയർബസിന് വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ നിർമ്മിച്ചു കൊടുക്കാൻ, ഹെലികോപ്റ്ററിൻ്റെ ബോഡി നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് MNMൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഐഡിയയുടെ എല്ലാം തന്നെ ഇവരുടെ ഈ പ്രൈസ് ഹൈക്ക് ഉയർത്തുമെന്ന് ഐഡിയ പറഞ്ഞിരുന്നു. ഓൾറെഡി തന്നെ ARPU എല്ലാം തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു യൂസറിൽ നിന്ന് കിട്ടുന്ന ശരാശരി വരുമാനത്തെയാണ് ARPU എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുത്തൂറ്റ് IEFL, മുത്തൂറ്റൊക്കെ ഇന്ന് 10% ഫോൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു റിക്കവറി കണ്ടു. RBI ചീഫ് ക്ലാരിറ്റി കൊടുത്തു, അതായത് ഗോൾഡ് ലോൺ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതി ഇല്ല, അത്തരത്തിലുള്ള പദ്ധതി ഉണ്ടായേക്കാമെന്നുള്ള ഒരു അഭ്യൂഹത്തിൻ്റെ പുറത്താണ് മുത്തൂറ്റെല്ലാം തന്നെ രാവിലെ ഒരു 10% ഫോൾ ഉണ്ടായത്. പിന്നീട് RBI ചീഫ് ഇത് ക്ലിയർ ചെയ്തു. അതുകൊണ്ട് തന്നെ 10% ഫോളിൽ നിന്ന് കുറച്ചൊക്കെ റിക്കവർ ചെയ്തെങ്കിൽ കൂടിയും 6% സ്റ്റിൽ ഫോൾ ആയിട്ടുണ്ട്. അത് ഗ്ലോബലി എല്ലാം തന്നെ ഫോൾ ആയതുകൊണ്ടാണ്, അല്ലാതെ ഈ RBIയുടെ ഗോൾഡ് ലോൺ ആ ഒരു ഇഷ്യൂ ഏറെക്കുറെ സോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള സ്പെസിഫിക് സ്റ്റോക്കായിട്ടുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കി കാണാൻ സാധിക്കുന്നത് ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 5% സ്പൈക്ക് ചെയ്ത് 21. ഡോട്ട് ഫ്യൂച്ചർ നെഗറ്റീവ്. നിക്കി എല്ലാം തന്നെ ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ 1200 പോയിന്റ് ഇടിഞ്ഞു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $63 ഉയർന്നു, അതായത് 2% ഗോൾഡ് ഉയർന്നു. സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ ആളുകൾ കൺസിഡർ ചെയ്യുകയാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 77,000 എന്ന റേഞ്ചിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് അവധിയാണ്, അതുകൊണ്ട് തന്നെ വോളറ്റിലിറ്റി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസത്തെ ഒരു ചെറിയൊരു ബ്രേക്ക്, നമുക്ക് വ്യാഴാഴ്ച തിരിച്ചെത്താം. എല്ലാവർക്കും വെള്ളിയാഴ്ച തിരിച്ചെത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.